1991 സുബാരു പുറത്തിറക്കിയ ഒരു മാരക മെഷീൻ നമുക്കിന്ന് പരിചയപ്പെടാം. കാര്യം 91 മോഡൽ വണ്ടിയാണെങ്കിലും ഇതിൻ്റെ ഓണർ ഈ വണ്ടി പടങ്ക് പോലെ ആട്ടോ കൊണ്ടു കിടക്കുന്നത്. അതായത് ഒരു പോറൽ പോലും ഇല്ലാതെ അന്ന് വണ്ടി ഇറങ്ങിയിരുന്ന മോഡലിൽ അതുപോലെ തന്നെയാണ് ഇന്നും ആ വണ്ടി കൊണ്ടു കിടക്കുന്നത് കേട്ടോ. ഇങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന സംഭവം പറയട്ടെ, ഈ ഒരു ടെയിൽ ലാമ്പ് ഉണ്ടോ, അന്നത്തെ ജപ്പാൻ മേക്ക് ടെയിൽ ലാമ്പാണ്. പെട്ടെന്ന് കാണുമ്പോൾ മാരുതി 800 ടെയിൽ ലാമ്പാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ ജപ്പാൻ മെഷീനിൽ കോമൺ ആയിട്ട് വന്നിരുന്നതും ഈവൺ അന്ന് മാരുതി 800 വന്നിരുന്നതുമായിട്ടുള്ള വേറൊരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇതിൻ്റെ ഡോർ ലോക്കിംഗ് സിസ്റ്റം ഇത് കണ്ടോ. രണ്ടാമത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലസ്റ്റർ അസംബ്ലി. ഈ ഒരു മീറ്റർ ഉണ്ടോ, നമ്മളുള്ള ഒരുപാട് പേര് കാർ ഓടിക്കാൻ ആദ്യമായിട്ട് പഠിച്ചത് ഒരു പക്ഷേ മാരുതി 800 അങ്ങനെയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ഓഡോമീറ്റർ സിസ്റ്റം തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ക്ലോക്ക് കണ്ടോ, ഈ ക്ലോക്ക് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിങ് ശരിക്കും ടാറ്റ സീറയിലൊക്കെ വന്നിരുന്നത് ഈ ഒരു മോഡൽ സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ഗിയർ നോബ് കണ്ടോ, മാരുതി 800 അന്ന് വന്നിരുന്ന പോലത്തെ ഗിയർ നോബ്. അതുപോലെ തന്നെ ആ മ്യൂസിക് സിസ്റ്റം അസംബ്ലി, അതുപോലെ ആ കൺട്രോൾ പാനൽസും അല്ലെങ്കിൽ ആ കൺട്രോൾ നോബുകളെല്ലാം അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വൈപ്പർ വാഷിംഗ് സിസ്റ്റം കണ്ടോ, ഇതാണ് വൈപ്പർ വാഷിങ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡിക്കി സ്പേസ് ഉള്ള വണ്ടിയല്ല, അതായത് എ പില്ലർ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ബി പില്ലർ കഴിഞ്ഞാൽ പിന്നെ വേറെ സ്പേസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ എൻജിൻ റൂമിനുണ്ട് ചില പ്രത്യേകതകൾ. ഞാൻ എൻജിൻ റൂം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങളെ. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു എൻജിൻ റൂമാണ് ഇതിൻ്റെ. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ഈ കാണുന്നത്. സ്റ്റെപ്പിന് വരുന്നത് ഫ്രണ്ടിലാണ്, ബിക്കോസ് ബാക്കിൽ ഇടിക്കില്ല. അതുപോലെ തന്നെ ജാക്ക് അസംബ്ലി. ഈ കാണുന്നത് നമ്മൾ ഒരു 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, അതായത് 1800 cc പെട്രോൾ എഞ്ചിനാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് കാണാം ഇതൊക്കെ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ്. എ സിയുടെ കംപ്രസർ, അൾട്ടർനേറ്ററൊക്കെ സെയിം ആ ഒരു സംഭവം തന്നെ. ഇത് മാത്രം അൾട്ടർനേഷൻ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ DIGP-ലൊക്കെ വരുന്നത് പോലത്തെ ഓൾഡ് ടൈപ്പ് എയർ ഫിൽറ്ററാണ്. അതുപോലെ തന്നെ ഗ്ലാസ് ഫിൽറ്റർ എന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിൽ, ആ ടൈപ്പ് ഫ്യൂൽ ഫിൽറ്ററാണ് വരുന്നത്. കൊള്ളാല്ലേ, നൈസ് വണ്ടിയല്ലേ. വണ്ടി ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും പണ്ടത്തെ കോണ്ടസ് ഇല്ലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന കോണ്ടസ് ഓർമ്മ വരുന്നുണ്ട്. അതുപോലെ തന്നെ മസ്താങ് GTയുടെ ഓൾഡ് ടൈപ്പ് ഓഫ് മസ്താങ് ഇത് കണ്ടോ. ഈ ഒരു ലൈറ്റ് ഇങ്ങനെ കാണുമ്പോഴത്തേനും ആർക്കെങ്കിലും മാരുതി 800 ഓർമ്മ വരുന്നുണ്ട്. മാരുതി 800 വന്നിരുന്ന സെയിം ടൈപ്പ് ഓഫ് ഹെഡ്ലൈറ്റാണ് ഈ വണ്ടിയിലും വന്നിട്ടുള്ളത്. അപ്പോൾ ചാനലിൻ്റെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആ വണ്ടിഭ്രാന്തനായ നിങ്ങളുടെ ചങ്കിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.